കാശ്മീരിലുണ്ടായ തീവ്രവാദി ആക്രമണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്ത്യയിലെ ഓരോ പൗരനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ ഒരു ദിനമായിരുന്നു. വളരെ സാധാരണക്കാരായ മനുഷ്യർക്കെതിരെ ഭീകരന്മാരായിട്ടുള്ള ഈ തമ്മാടികൾ നടത്തിയ ഏറ്റവും ക്രൂരമായ ഹീനമായ കൊലപാതകം. അവിടെ മരണപ്പെട്ടത് ഒരുപാട് ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു. ഹണിമൂണിന് പോയവർ, ടൂറ് പോയവർ, കുടുംബത്തോടൊപ്പം സന്തോഷിക്കാൻ പോയവർ, അവരൊക്കെയാണ് ആ ഭീകരവാദികളുടെ ആക്രമണത്തിൽ അന്ന് കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും അധികം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെയും തീവ്രവാദികളെയും വെറുക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു അന്ന് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഇപ്പോൾ ആ സംഭവം കഴിഞ്ഞ് ഏറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യ അതിനൊരു തിരിച്ചടി കൊടുക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ തിരിച്ചടി ഇന്ത്യക്കുണ്ടാകും. ഇന്ത്യ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല കാര്യം. ഇന്ത്യ ആര് ഭരിച്ചാലും ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളൊന്നാണ്. സൈനിക ശക്തി മാത്രമല്ല, നയതന്ത്രപരമായും സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും ലോകത്ത് ഏറ്റവും വമ്പൻ രാജ്യങ്ങളിലൊന്നാണ്. പാകിസ്ഥാൻ ഒന്നും ഇന്ത്യയുമായി കളിക്കാൻ ഇന്ത്യയുടെ നാലയലത്തുവിലെത്തില്ല. ആ പാകിസ്ഥാൻ ഈ നിലയ്ക്ക് ഭീകരവാദികളെ കയറൂരി വിട്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ നടത്തുന്ന ഈ നിഴൽ യുദ്ധം, അതിന് നിഴലിൽ നിന്നുകൊണ്ടല്ല നേരിട്ട് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാവുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ ഭരണകൂടത്തിന് പിന്തുണ നൽകണം. അവിടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. തൻ്റെ ആ ശത്രു നമുക്കെതിരെ പോരാടുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും ശത്രുവിന് മുന്നിൽ തലകുനിക്കുകയോ ശത്രുവിന് മുന്നിൽ പേടിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയോ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് അതിശക്തമായ പോരാട്ടം നടത്തണം. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തോട് രാഷ്ട്രീയമായി എതിർപ്പുണ്ടാവാം. പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ പാകിസ്ഥാനിക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ, അങ്ങനെ ഇതിനൊരു തിരിച്ചടി കൊടുക്കാൻ ഒരു യുദ്ധമുണ്ടാവണമെന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമാണെന്ന് വിശ്വസിക്കുന്നുമില്ല. യുദ്ധം ഉണ്ടാക്കുന്ന അതിൻ്റെ പരിണിതഫലമായി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. പക്ഷേ അതൊക്കെയാണെങ്കിൽ പോലും ഈ നിലയിൽ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം ചെയ്യുന്ന പാകിസ്ഥാനെതിരെ ഒരു പോരാട്ടം നടത്താൻ, യുദ്ധം നടത്താൻ ഇന്ത്യ തയ്യാറാവുമ്പോൾ അതിന് പിന്നിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം വെച്ച് വരും ദിവസങ്ങളിൽ വലിയ ഒരു പോരാട്ടം, വലിയൊരു അറ്റാക്ക്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യൻ പട്ടാളം നടത്താൻ പോവുകയാണ്, പാകിസ്ഥാനിൽ നടത്താൻ പോവുകയാണ്. അത് നടത്തുന്നതോടുകൂടി പാകിസ്ഥാൻ അവർ നടത്തിയ ഈ നീചമായ പ്രവൃത്തിയിൽ പാശ്ചാത്തപിച്ച് അവർക്ക് മടങ്ങേണ്ടി വരും. തങ്ങൾക്ക് ഈ നടത്തിയ ഹീനമായ പ്രവർത്തനത്തിന് ഏത് തരത്തിലുള്ള കനത്ത വിലയാണ് തങ്ങൾക്ക് നൽകേണ്ടി വരുന്നത് എന്ന് അപ്പോഴാണ് ആ ചിന്ത ഉണ്ടാകാൻ പോകുന്നത്. അപ്പോഴാണ് പാകിസ്ഥാൻ മനസ്സിലാക്കാൻ പോകുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്ക് പാകിസ്ഥാനെ കൊണ്ടെത്തിക്കുന്ന നിലയിലുള്ള ശക്തമായ അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.